അപ്പോസ്തലപ്രവൃത്തി 10:38. Acts chapter 10 word 38. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചൊരുക്കുകയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നസ്രയനായ യേശുവിനെ, നമ്മുടെ കർത്താവിനെ, നമ്മുടെ പ്രിയനായ യേശുവിനെ, നമ്മുടെ പ്രിയനായ കർത്താവിനെ, നമ്മുടെ എല്ലാമായ യേശുവിനെ, നമ്മുടെ രക്ഷകനായ യേശുവിനെ, നമ്മുടെ സ്വന്തമായ യേശുവിനെ, നമ്മുടെ സ്നേഹനിധിയായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. Who is Jesus? അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവമാണ്. എന്താണ് ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം? ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. ഇപ്പോൾ യേശു, ജീസസ് എന്ന പേര്, യേശു എന്ന പേര് മറിയയുടെ ദൂതൻ പറയുന്നു, അവൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. ഹല്ലേലൂയ. But what's the meaning of Christ? യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തു, ക്രിസ്തു, ക്രൈസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം അനോയിന്റഡ് വൺ, അഭിഷിക്തൻ എന്നാണ്. എന്തിനു വേണ്ടി? അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം ഇപ്പോൾ വായിച്ച വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തു? എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തു? പരിശുദ്ധാത്മാവിൽ എന്തിനു വേണ്ടി യേശുവിനെ അഭിഷേകം ചെയ്തു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്പർ 1, പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും നന്മ ചെയ്തും അവൻ സഞ്ചരിച്ച വിവരം നിങ്ങൾ അറിയുന്നല്ലോ. ഐ എം റീഡിങ്. ദൈവം അവനോട് കൂടെ ഇരുന്നു. ലിസൺ ടു മീ. ദൈവം ഒരാളെ അഭിഷേകം ചെയ്താൽ ആരാണോ അഭിഷേകം ചെയ്തത്, അഭിഷേകം ചെയ്തവൻ അവനോടൊപ്പം ഉണ്ടാകും. യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ പിതാവായ ദൈവം അഭിഷേകം ചെയ്തു. ഒരു കാര്യം ഇന്ന് പകൽ ഈ സഭയോട് ഞാൻ പറയുന്നു, ഒരു വ്യക്തിയുടെ മേളിൽ ഒരു ദൈവികമായ അഭിഷേകം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, ആ വ്യക്തിയുടെ കൂടെ ദൈവമുണ്ട്. അവൻ പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി. അപ്പോൾ അഭിഷേകം പരിശുദ്ധാത്മാവിനെ പുത്രന്റെ മേൽ പിതാവ് പകർന്ന് പുത്രനെ സകലത്തിലും നമുക്ക് മാതൃകയാക്കി. ആ അഭിഷേകം, ആ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവന് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിഞ്ഞത്. ഒരിക്കൽ യേശു കർത്താവ് ആലയത്തിൽ നിൽക്കുന്ന സമയത്ത്, ശുശ്രൂഷിക്കുന്ന സമയത്ത് യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ പരീശന്മാർ, പള്ളിപ്രമാണികൾ പറഞ്ഞു, നീ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 12 വേർഡ് 28. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അവർ പറഞ്ഞു, നീ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഭൂതങ്ങളെ കൊണ്ടാണ്. അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല, ദുരാത്മാക്കൾ പുറത്തു വരുന്നതും സൗഖ്യങ്ങൾ നടക്കുന്നതും കണ്ടപ്പോൾ. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതും ഞാൻ രോഗികളെ സൗഖ്യമാക്കുന്നതും എന്നിലൂടെ ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നതും ദൈവാത്മാവിനാലാണ്. ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. യേശു ക്രിസ്തുവിന്, നമ്മുടെ കർത്താവിന്, നമ്മുടെ രക്ഷകന്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിന് ഭൂതങ്ങളെ പുറത്താക്കാൻ ദൈവാത്മാവും അഭിഷേകവും വേണമായിരുന്നെങ്കിൽ, നമ്മുടെ കർത്താവിന് മിനിസ്ട്രി ചെയ്യാൻ, ശുശ്രൂഷയ്ക്ക് അവൻ അഭിഷേകത്തിനും ദൈവാത്മാവിനും വില കൽപ്പിച്ചിരുന്നെങ്കിൽ നാം എത്രയധികം
ഇതിനെ നിസ്സാരമായി കാണുകയും ഇതിനെ നിഗ്ലക്റ്റ് ചെയ്യുകയും ഇതിനെ അവഗണിക്കുകയൊക്കെ ചെയ്യുന്നവരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അഭിഷേകത്തിന് വില കൽപ്പിക്കാതെ, അഭിഷിക്തന്മാർക്ക് വില കൽപ്പിക്കാതെ, ദൈവ സാന്നിധ്യത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്നവനോട് ഇന്ന് പകൽ പറയട്ടെ, നീ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ നീ ആരാധിക്കുന്ന, നീ സേവിക്കുന്ന യേശു അവൻ അഭിഷിക്തനായിരുന്നു, അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു, അവൻ ദൈവാത്മാവിൽ ശുശ്രൂഷിച്ചവനായിരുന്നു, അവൻ ആത്മാവിന് വില കൽപ്പിച്ചവനായിരുന്നു. മക്കളെ, 30 വർഷം യേശു കാത്തിരുന്നു. 30 വർഷം ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ അവന്റെ മേൽ ഇറങ്ങി വരാൻ 30 കൊല്ലം അവൻ കാത്തിരുന്നെങ്കിൽ ആ ആത്മാവ് വന്നിട്ടല്ലേ യേശു ശുശ്രൂഷ തുടങ്ങിയത്? യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു കർത്താവ്, ശുശ്രൂഷകളെല്ലാം കേട്ടോണം, പാരമ്പര്യത്തിന്റെ പടുകൂറ്റൻ ബന്ധനത്തിലും ശത്രു നിന്റെ ചെവിക്കകത്തോതിത്തന്ന തിന്മയിലും നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽ വചനം നിന്നെ സ്വതന്ത്രമാക്കട്ടെ. എന്നാ യേശുവിന് അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ലയോ? മറിയയുടെ ഗർഭാശയത്തിനകത്ത് അവൻ ജനിച്ചത് തന്നെ പരിശുദ്ധാത്മാവിലല്ലേ? 12 വയസ്സുള്ള ഈ ബാലകന്റെ മുൻപിൽ ന്യായശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലല്ലോ. അവന്റെ വാക്കിന്റെ മുമ്പിൽ അവൻ അധികാരമുള്ളവനല്ലായിരുന്നോ? അവൻ ജനിച്ചപ്പോൾ തന്നെ ദൈവപുത്രനല്ലായിരുന്നോ? അതോ പിന്നീട് ദൈവപുത്രനായതാണോ? അല്ല, അവൻ ജനിച്ചപ്പോൾ തന്നെ ദൈവപുത്രനാ. അവൻ പിറന്നു വീണതേ മശിഹായായിട്ടാ. അല്ലേ? അല്ലേ? പക്ഷേ അവിടെങ്ങും കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചില്ല. യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ അവൻ സ്നാനപ്പെട്ടു, സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗം വിളിച്ചു പറഞ്ഞു, He is my beloved son, ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഇനി കേട്ടോ, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്നാണെന്നറിയാമോ? യേശു തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. മക്കളെ, എപ്പോഴാ യേശു തന്റെ പ്രവൃത്തി ആരംഭിച്ചേ? 30-ാം വയസ്സിൽ, ശരിയാ. പക്ഷെ എന്ത് ലഭിച്ചതിന് ശേഷമാ? ശരിയാണോ? അല്ലേ? അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം, ശുശ്രൂഷ നിന്റെ ജ്ഞാനമല്ല, ശുശ്രൂഷ നിന്റെ ബുദ്ധിയുടെ കളിയല്ല, ശുശ്രൂഷ നിന്റെ പാരമ്പര്യവും കഴിവുമല്ല. മിനിസ്ട്രി ഈസ് നോട്ട് എ പ്രോഗ്രാം, മിനിസ്ട്രി ഈസ് ദ പവർ ഓഫ് ഗോഡ്. ശുശ്രൂഷ ദൈവശക്തിയാ, ശുശ്രൂഷ ദൈവാത്മാവാ. ഞാനത് വിശ്വസിക്കുന്നു. നീ അത് വിശ്വസിക്കുന്നു? വചനം അത് പറയുന്നു. നീ അത് വിശ്വസിക്കുന്നു? അവന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ ദുരാത്മാക്കൾക്ക് നിൽക്കാൻ പറ്റിയില്ല. അവന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ അന്ധന്റെ കണ്ണ് തുറന്നു. അവന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അഭിഷേകത്തെ ക്യാരി ചെയ്യുന്നവൻ ഒരു സൂപ്പർ നാച്ചുറലത്തിൽ ജീവിക്കുന്നു. അഭിഷേകത്തെ, ദൈവത്തിന്റെ അഭിഷേകത്തെ കൊണ്ട് നടക്കുന്നവൻ കടലിന്റെ മുകളിലൂടെ നടക്കുന്നു. ദൈവത്തിന്റെ അഭിഷേകത്തെ കൊണ്ട് നടക്കുന്നവൻ ശത്രുവിനെ ഭയപ്പെടുന്നില്ല. ദൈവത്തിന്റെ അഭിഷേകത്തെ കൊണ്ട് നടക്കുന്നവൻ ലോകത്തോട് കോംപ്രമൈസ് ചെയ്യുന്നില്ല. ദൈവത്തിന്റെ അഭിഷേകത്തെ കൊണ്ട് നടക്കുന്നവൻ ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ വഴങ്ങുന്നില്ല. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നടന്ന അവന്റെ ശിഷ്യന്മാർ അവരഭിഷിക്തരായി മാറി. കൃത്യമായിട്ട് വചനം പഠിച്ചാൽ എങ്ങനെയാണ് ഈ അഭിഷേകം, ഈ ദൈവശക്തി കൈമാറ്റം ചെയ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവില്ലാതെ, ദൈവത്തിന്റെ അഭിഷേകമില്ലാതെ നിന്നെ കാശിനും കൊള്ളുകയില്ല. ഉള്ള സത്യം അങ്ങ് പറയാം.
ഇയാൾ ഇനി സൂട്ടും കോട്ടും ഇട്ടാലും, ഇയാൾ ഇനി എന്തെല്ലാം പോയിന്റ് പറഞ്ഞാലും അതൊന്നും പ്രയോജനമാകുകയില്ല. കാരണം മോഡൽ യേശുവാ, ദൈവം യേശുവാ, യേശു തന്നെ അഭിഷിക്തനാണ്. വേറെ പാറ്റേൺ ഒന്നും ഇറക്കാനിരുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ ഭാരതത്തെ പിടിക്കണമെങ്കിൽ, ദേശങ്ങളെ പിടിക്കണമെങ്കിൽ, കർത്താവ് എന്നാ പറഞ്ഞു, എങ്ങനെയാ കർത്താവിന്റെ സാക്ഷിയാകുന്നേ? ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷിയാകുന്ന എങ്ങനാ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷിയാകും. നിന്നെ സാക്ഷിയാക്കുന്ന ആരാ? ആമേൻ. കൊണ്ട് കളയല്ലേ മോനെ, ഇതിനെ നെഗ്ലക്ട് ചെയ്യല്ലേ കുഞ്ഞെ. നിന്റെ മേൽ വന്നിരിക്കുന്ന വിലപ്പെട്ടതൊന്നാണേ. ഇതിലും വിലപ്പെട്ടതൊന്നില്ലേ നിനക്കിനി വേറെ തരാൻ. ഇതിലും വിലപ്പെട്ടതൊന്നില്ലേ ഇനി നിനക്ക് വേറെ തരാൻ. ഏറ്റവും വിലപ്പെട്ടതാണേ. എങ്ങനെ ഇത് കൈമാറ്റം ചെയ്യപ്പെടും? എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ലീഗ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. അതാ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നമ്മൾ കേട്ടത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അധികാരം തന്നു. യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ നിങ്ങൾ ഇനി മറ്റുള്ള ജാതികളെ പോലെയല്ല, അന്യന്മാരല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനക്കാരത്രേ, നിങ്ങൾ അവൻ്റെ മക്കളത്രേ. കർത്താവിൻ്റെ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ വാക്ക് പുത്രനായ യേശുവിൻ്റെ കൃപ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോട് ഞാൻ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ ആ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. യേശുവിൻ്റെ കൃപയിലാണ് നാം ജീവിക്കുന്നത്. ഈ വഴുവഴുപ്പുള്ള ലോകത്തിൽ വഴുതി വീഴാതെ, തെന്നി വീഴാതെ, പല പ്രശ്നങ്ങളും സാമ്പത്തികമായ വിഷയങ്ങളും അല്ലെങ്കിൽ പല അറ്റാക്കുകൾ നിങ്ങളുടെ നേരെ വന്നപ്പോഴും, പാപങ്ങൾ നിങ്ങളെ കാർന്നെടുക്കാൻ, പിശാചി നിങ്ങളെ കാർന്നു തിന്നാൻ ഒക്കെ ശ്രമിച്ചപ്പോഴും, ടെൻഷൻ വന്നപ്പോഴും, മാനസികമായി ബുദ്ധിമുട്ട് വന്നപ്പോഴും, മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിനകത്ത് വന്നപ്പോഴും, ഈ സമയങ്ങളിലെല്ലാം ഇന്ന് ഈ നിമിഷം ഈ ഞായറാഴ്ച വരെ നമ്മളെ നിർത്തിയിരിക്കുന്നത് യേശുവിൻ്റെ കൃപ ഒന്ന് മാത്രം. കർത്താവിൻ്റെ കൃപയല്ലേ നമ്മളെ നിർത്തിയിരിക്കുന്നത്? ആ ഗ്രിപ്പിനകത്ത് ചവിട്ടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ അറിയണം, നാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു, നാം പുത്രൻ്റെ കൃപയ്ക്കകത്ത് ജീവിക്കുന്നു. പക്ഷേ ഒടുവിലത്തെ പദം പരിശുദ്ധാത്മാവ് അപ്പോസ്തലനിലൂടെ പറഞ്ഞത് എത്ര ശക്തമാണ്. പിതാവിൻ്റെ സ്നേഹം അറിഞ്ഞവർ, പുത്രൻ്റെ കൃപയിൽ നിൽക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നടക്കണം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കണം. എന്തുവാ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ അകത്ത് വന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഒരാവിയല്ല. 1 കൊരിന്ത്യർ 3:16 അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. 1 കൊരിന്ത്യർ 12:3 അപ്പോസ്തലൻ പറയുന്നു, പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയാൻ കഴിയത്തില്ല. യേശുവിനെ കർത്താവെന്ന് പറയാനുള്ളതിൻ്റെ കാരണം, അതിനെന്നെ സഹായിച്ചത്, അതിൻ്റെ പിന്നിൽ ചലിച്ചത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഒരു സംശയവും അതിനകത്ത് വേണ്ട. യേശു എൻ്റെ കർത്താവാണെന്ന് നിങ്ങൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? കാലി മുളമുള്ളു കൊള്ളുന്നവനും പറയും കർത്താവേ എന്ന്. ഡാൻസ് കളിച്ചിട്ട് ഇറങ്ങി വരുന്നവന് സ്റ്റെപ്പ് ഒന്നിട അയ്യോ കർത്താവേ എന്ന് പറയും. പറയാൻ എളുപ്പമാ, യേശുവെ എന്ന് വിളിക്കാൻ എളുപ്പമാ, കർത്താവേ എന്ന് പറയാൻ എളുപ്പമാ. യേശു എൻ്റെ കർത്താവായതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവാണെങ്കിൽ, അതേ പരിശുദ്ധാത്മാവിന് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ഞാൻ വിട്ടുകൊടുക്കണം. അതേ പരിശുദ്ധാത്മാവിന് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ യേശു എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കും. അപ്പോൾ അവൻ എൻ്റെ കർത്താവായി മാറും.
ഏത് ആത്മാവാണോ നിന്റെ മേൽ വന്നത്, ആ ആത്മാവിന് നിന്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ, നിയന്ത്രണം നീ വിട്ടുകൊടുക്കുമ്പോൾ, നിന്നെ നിയന്ത്രിക്കാൻ ദൈവാത്മാവിനെ നീ അനുവദിക്കുമ്പോൾ, യേശു നിന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുക്കും. അപ്പോൾ നിനക്ക് പറയാൻ കഴിയും, ഈസ് മൈ ലോർഡ്. അതർവൈസ് നീ എങ്ങനെ പറയും? കർത്താവ് തന്നെ പറഞ്ഞു, 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ, മലയാളിക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ, 2 വള്ളത്തെ കാല് ചവിട്ടി നിന്നാൽ നീ പടാന്ന് താഴെ വീഴും. നീ വെള്ളത്തിൽ കിടക്കും ഉറപ്പാ. 2 വള്ളത്തിലും കൂടെ കാല് ചവിട്ടി നിനക്ക് നിൽക്കാൻ ഒക്കുകയില്ല. 2 യജമാനന്മാരെ നിനക്ക് സേവിക്കാൻ ഒക്കുകയില്ല. ഒന്നെങ്കിൽ ദൈവത്തെ സേവിക്കുക, അല്ലെങ്കിൽ നീ മാമോനെ ലോകത്തെ സ്നേഹിക്കുക. ഒന്നെങ്കിൽ നീ പിശാചിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നീ യേശുവിന്റെ ഭാഗത്ത്. ഒന്നെങ്കിൽ നീ പരിശുദ്ധാത്മാവിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നീ ദുരാത്മാവിന്റെ ഭാഗത്ത്. ഒന്നെങ്കിൽ നീ സ്വർഗത്തിന്റെ അവകാശി, അല്ലെങ്കിൽ നീ നരകത്തിന്റെ അവകാശി. ഒന്നെങ്കിൽ നീ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ നീ ഇരുട്ടിൽ. ഇതിന്റെ ഇടയ്ക്കൊരു സ്ഥലമില്ല. ജീവനുള്ള ദൈവപുത്രനായ യേശു നിന്റെ കർത്താവാണെങ്കിൽ നിന്റെ കർത്തൃത്വം അവനിലായിരിക്കട്ടെ. ചർച്ചിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ നിന്നെ ആരാ നയിക്കുന്നേ? നീ വീട്ടിലെത്തുമ്പോൾ നിന്റെ കർത്തൃത്വം ആരുടെ കയ്യിലാ? നീ കയ്യിൽ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ നിന്റെ കർത്തൃത്വം ആരുടെ കയ്യിലാ? നീ ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിന്റെ കർത്തൃത്വം ആരുടെ കയ്യിലാ? ആത്മീയത ഒരു അഭിനയമല്ല, അതൊരു അനുഭവമാണ്. യേശു കർത്താവിന്റെ മേൽ വന്ന ദൈവശക്തി, ആ അഭിഷേകം, ആ ദൈവാത്മാവിന്റെ പൂർണ്ണത, യേശുവിനോടൊപ്പം നിന്ന, യേശുവിനോടൊപ്പം നടന്ന, യേശുവിനോടൊപ്പം ജീവിച്ച തൻ്റെ ശിഷ്യന്മാരുടെ മേൽ പകർന്നു. മറക്കരുത്, ഇന്റിമസി വിത്ത് ഹോളി സ്പിരിറ്റ്. പൗലോസ് പറയുന്നു, പരിശുദ്ധാത്മാവിനോട് പിതാവിന്റെ സ്നേഹം അറിഞ്ഞവർക്ക്, പുത്രന്റെ കൃപയിൽ നിൽക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനൊരു കൂട്ടായ്മ വേണം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് പറയാനുള്ളത് പരിശുദ്ധാത്മാവിനോട് പറയണം. നിങ്ങളുടെ അകത്ത് വന്ന, നിങ്ങളുടെ ആത്മാവിൽ വന്ന, നിങ്ങളുടെ ശരീരത്തിൽ വന്ന ദൈവാത്മാവ് ഒരു വിഗ്രഹമല്ല. നിങ്ങളുടെ അകത്ത് വന്ന ദൈവാത്മാവ് ഒരു കല്ലല്ല, ഒരു പടമല്ല, ഒരു പുകയല്ല, ഒരു തീക്കട്ടയല്ല. നിങ്ങളുടെ അകത്ത് വന്ന ദൈവാത്മാവ്, സ്തോത്രം, പൂർണ്ണ രൂപമുള്ള ദൈവമാ. അവന് സംസാരിക്കാൻ കഴിയും, അവന് കേൾക്കാൻ കഴിയും, അവന് സെൻസ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനൊരു വ്യക്തിത്വമുണ്ട്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്നത് പോലെ, പുത്രനായ യേശു ദൈവമായിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവും ദൈവമാണ്. അല്ലാതെ പരിശുദ്ധാത്മാവ് വേറൊരു കാറ്റഗറി അല്ല, വേറൊരു ഡിപ്പാർട്ട്മെന്റ് അല്ല. പിതാവായ ദൈവം വ്യക്തിത്വമുള്ളതുപോലെ, പുത്രനായ യേശുവിന് ഒരു വ്യക്തിത്വമുള്ളതുപോലെ, പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ ശക്തമാ. അവൻ വരുമ്പോൾ, അവൻ എന്ന് വിളിക്കണമെങ്കിൽ ഒരു വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവർ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചു, അവൻ അവർക്ക് ശത്രുവായി തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും പരിശുദ്ധാത്മാവിലാൽ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കല്ലിനെ ദുഃഖിപ്പിക്കാനൊക്കത്തില്ല, പുകയെ ദുഃഖിപ്പിക്കാനൊക്കത്തില്ല. സ്തോത്രം. ജീവനുള്ള ഒരു വ്യക്തിയെ, ജീവനുള്ള ഒന്നിനെ മാത്രമേ ദുഃഖിപ്പിക്കാനൊക്കെയുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് വന്ന ദൈവാത്മാവ് എന്തോ ഒരു തീഗോളം പോലെ ഉരുണ്ട് അകത്ത് കയറി വന്നിരിക്കുന്നതല്ല. പിതാവായ ദൈവം ദൈവമായിരിക്കുന്ന പോലെ, പിതാവായ ദൈവത്തിന് എന്ത് പൂർണ്ണതയുണ്ടോ, പുത്രനായ ക്രിസ്തുവിന് എന്ത് പൂർണ്ണതയുണ്ടോ, അതേ പൂർണ്ണത പരിശുദ്ധാത്മാവിനുമുണ്ട്. ഇത് ത്രിയേക ദൈവമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ടി വിയിൽ എന്ത് കാണുന്നോ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിനത് കാണാം. നിങ്ങൾ മൊബൈലിൽ എന്ത് നോക്കുന്നോ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിനത് കാണാം, വായിക്കാം, അതേ ഫീൽ ഉണ്ടാകും. അല്ലെങ്കിൽ തമ്പുരാൻ പറയത്തില്ലല്ലോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന്. ദാവീദ് പാപം ചെയ്തപ്പോൾ, ബർശേബയുമായി പാപം ചെയ്തപ്പോൾ,
അവന്റെ കണ്ണുകളെ നിയന്ത്രിക്കേണ്ട സ്ഥാനത്ത് നിയന്ത്രിക്കാതിരുന്നപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ ദാവീദ് അകത്ത് റൂമിൽ വന്ന് അവനിൽ നിന്ന് നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞെന്നാണെന്നറിയാമോ? എൻ്റെ രാജസ്ഥാനം കൊണ്ടുപോകല്ലെന്നല്ല, എൻ്റെ അധികാരത്തിന്റെ ചെങ്കോൽ എടുക്കരുതെന്നല്ല, നിലവിളിച്ച് നെടുമ്പാട് കിടന്ന് പറഞ്ഞത്, ദൈവമേ നിന്റെ ആത്മാവിനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. കാരണം നീ ഒരു പാപം നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നിന്റെ കൂടെ ഇരുന്നത് കാണാൻ ആത്മാവ് തയ്യാറല്ല. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. മോനെ, നീ കർത്താവിനെ അറിഞ്ഞപ്പോ, മോളെ നീ രക്ഷിക്കപ്പെട്ടപ്പോ, നീ ദൈവത്തിന്റെ കൃപയിലേക്ക് വന്നപ്പോ, ഓരോ ഞായറാഴ്ചയും നീ ആരാധന കഴിഞ്ഞ് ആത്മാവിൽ സന്തോഷിച്ച് എന്തോ നേടിയവനെ പോലെ, നേടിയവളെ പോലെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവുമല്ലോ. നിന്റെ ഉള്ളത്തിൽ വലിയ ഒരു ജ്വലനം. അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് എമ്മോസിലേക്ക് പോയ കുടുംബം പറഞ്ഞ പോലെ ഉള്ളത്തിലൊരു കത്തൽ, ഉള്ളത്തിലൊരു സന്തോഷം. അത് മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടുന്നതല്ല, അത് പള്ളിക്കുടുത്തി കിട്ടുന്നതല്ല, അത് നിന്റെ കലാലയത്തിൽ കോളേജിൽ കിട്ടുന്നതല്ല, അത് നിനക്ക് പരിശുദ്ധാത്മാവ് തരുന്നതാ. ദാവീദ് ആരാ മോനെ? He is the king of Israel. സഹോദരി, അവൻ ഇസ്രായേലിന്റെ രാജാവല്ലേ? ഒരു അന്യ സ്ത്രീ കുളിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയിട്ട് അവളെ വിളിച്ച് ബെഡ്റൂമിനകത്ത് കയറ്റി വ്യഭിചാരം ചെയ്തിട്ട് ഇരുചവി അറിയാതെ മിണ്ടാതെ പോയ രാജസ്ഥാനം പോവോ? അവനോട് ആരുണ്ട് ചോദിക്കാൻ? അവനോട് ആരുണ്ട് ചോദിക്കാൻ? രാജാവിന് മീതെ ആരുണ്ട്? രാജാവിനേക്കാൾ വലിയവൻ ആരുണ്ട് അവിടെ? അവനെ ആരെയും ക്വസ്റ്റ്യൻ ചെയ്യുവോ? അവനെ ആരെയും വഴക്ക് പറയുവോ? അല്ലെങ്കിൽ ബർശബയ്ക്ക് കേസ് കൊടുക്കാൻ നോക്കുവോ? ഒന്നും പറ്റുകയില്ല. പക്ഷേ ദാവീദിനൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. അവന്റെ അകത്ത് കുറ്റബോധം കൊണ്ട് അവൻ ഇരിക്കാൻ വയ്യ, അവന്റെ അകത്ത് വേദന കൊണ്ട് അവൻ ഇരിക്കാൻ വയ്യ. കാരണം അവൻ ദൈവാത്മാവിനെ അനുഭവിച്ചവനാ, അവൻ ദൈവശക്തി അനുഭവിച്ചവനാ, അവൻ യേശു ആരെന്നറിഞ്ഞവനാ, അവൻ ദൈവമാരെന്നറിഞ്ഞവനാ. ദാവീദിന്റെ അടുക്കൽ അവൻ ചെയ്ത തെറ്റിനെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞ നാഥാൻ പ്രവാചകൻ, നാഥാൻ പ്രവാചകൻ പരിശുദ്ധാത്മാവിന് നിഴല. നാഥാൻ പ്രവാചകൻ പരിശുദ്ധാത്മാവിന് നിഴല. കാരണം പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി നമ്മുടെ മേൽ വരുന്നു? യേശു പറഞ്ഞു, അവൻ വന്നാൽ നിനക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും അവൻ നിനക്ക് ബോധ്യം തരും. അല്ലാതെ കാറ് തരാനല്ല ആത്മാവ് വരുന്നേ, വീട് തരാനല്ല. കർത്താവിനെ അറിയുന്നവർക്ക് എല്ലാ നന്മയുണ്ടാകും. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നത് ഇതിനൊന്നുമല്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരാൻ. ഞാൻ പറയാം, ദൈവം തമ്പുരാനെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി, കർത്താവിന്റെ സ്നേഹം അനുഭവിച്ച ഒരാള്, ദൈവത്തിന്റെ സാന്നിധ്യം അടുത്തൂടെങ്കിലും പോയൊരു മനുഷ്യൻ, അവൻ ചെയ്ത അത്ഭുതങ്ങൾ ഒരിക്കലെങ്കിലും കണ്ണുകൊണ്ട് നോക്കിക്കണ്ടൊരു വ്യക്തി, അവന്റെ ജീവിതത്തിൽ അറിയാതെങ്ങാനും ഒരു കള്ളം പറഞ്ഞു പോയാ, അവൻ അറിയാതെങ്ങാനും ബൈ മിസ്റ്റേക്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയാ അവന് പിന്നെ ഒരു സ്വസ്ഥതയും കാണുകയില്ല. പിന്നെ അത് ദൈവസന്നിധി പോയി ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൈ കൊടുത്ത് ആ വ്യക്തിയോട് ക്ഷമ പറയാതെ അവനൊരു സ്വസ്ഥതയും കാണത്തില്ല. അങ്ങനെയുള്ളവരുടെ അകത്ത ആത്മാവുള്ള എന്താ അപ്പോസ്തലൻ പറഞ്ഞത്? പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും തന്റെ ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. പൗലോസ് പറഞ്ഞു തന്നെ, പൗലോസ് ആരാ? സർവശക്തനായ യേശുവിനെ, ദൈവത്തെ മുഖാമുഖമായി കണ്ട വ്യക്തിയാ. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആള് പറയുക, അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠൻ പറയുക,
വെളിപ്പാടുകളുടെ ആധിക്യമുള്ളവൻ പറയുക, 14 ഈടുറ്റ കരുത്തുള്ള ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് എഴുതിയവൻ പറയുക, സ്വർഗം നേരിട്ട് പോയി കണ്ടിട്ട് തിരിച്ചു വന്ന ആള് പറയുക, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊളരുതാത്തവനായി പോകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തുന്നു. നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ, നമ്മൾ എന്ത് തീരുമാനമെടുക്കുന്നോ, അതിനെ പൊളിക്കാനാണ് പിശാചിന്റെ ശ്രമം. അവന്റെ കയ്യിൽ തന്ത്രങ്ങൾ ഉണ്ട് അത് തകർക്കാൻ. പക്ഷേ നീ യേശുവിനോടൊപ്പം നിൽക്കുന്നിടത്തോളം, നീ ദൈവാത്മാവുമായിട്ട് കൂട്ടായ്മയിൽ നടക്കുന്നിടത്തോളം, നീ ഒരു കതക് തുറന്നു കൊടുക്കാതെ അവനകത്ത് വരാൻ കഴിയില്ല. നെവർ, നെവർ, നെവർ. ആ പ്രത്യേകത മനസ്സിലാക്കണം. യേശു പറഞ്ഞു, അവന് നമ്മിൽ നിങ്ങളിൽ ഏതുമില്ല, പിശാചിന് നിങ്ങളിൽ ഏതുമില്ല എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ ഒരവകാശവും സാത്താനില്ല. ഞാൻ വിളിച്ചിറക്കി ഒന്നിനെയും ഞാൻ ചതിക്കത്തില്ല. ഞാൻ വിളിച്ചിറക്കിയ ഒന്നിനെയും ഞാൻ ചതിക്കത്തില്ല. ഓ, ആ കർത്താവിന് കരങ്ങളൊന്ന് ഉയർത്തി ഒരു സ്തോത്രം ചെയ്തേ. ദയവായി മക്കളെ, ദയവായി ശത്രുവിന് എവിടെങ്കിലും എന്താ മനസമാധാനം ഇല്ലാത്ത പറഞ്ഞു തരാം ഞാൻ. എന്താ പ്രാർത്ഥിക്കാൻ പറ്റാത്ത, എന്താ നിന്റെ മുഖത്തൊരു വാട്ടം, എന്താ ഒരു അകൽച്ച, എന്താ ഇപ്പൊ നേരത്തെയൊക്കെ ഇരിക്കുമ്പോൾ നിനക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നല്ലോ, നീ കരയുമായിരുന്നല്ലോ. ഇപ്പൊ എന്താ 2 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോന്നേ, ഇപ്പൊ എന്താ ഉറക്കം വരുന്നേ? ഞാൻ ആത്മാവിൽ പറയുന്നു, എവിടെയോ ചില ഡോറുകൾ, ചില വാതിലുകൾ നീ തുറന്നിട്ടിട്ടുണ്ട്. നിന്നോട് തന്നെ ദൈവാത്മ പറയുന്നു, ഇന്ന് പകൽ അതിനെ വലിച്ചടയ്ക്കുക. നിന്നോട് ദൈവാത്മ പറയുന്നു, ഇന്ന് പകൽ അതിനെ വലിച്ചടയ്ക്കുക. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ഇന്ന് പകൽ കരുണ ലഭിക്കും. അടയ്ക്കേണ്ട വാതിൽ അടയ്ക്ക. കുഞ്ഞുങ്ങളെ, anointing is very precious. Holy Spirit is very precious. പക്ഷേ അവനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ അറിയുക, നിങ്ങളെ പോലൊരു വ്യക്തിത്വമാണ് ദൈവാത്മാവ്. അവന് നിങ്ങളെ കാണാം, അവന് നിങ്ങളെ കേൾക്കാം. അവന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ അവന്റെ ഉള്ളം പിടയുക. ഞാൻ ദൈവത്തിന്റെ മഹാമനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ മഹാമനസ്സലിവ് കൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. കർത്താവേ, എൻ്റെ ശരീരം നിന്റേതാ, എൻ്റെ കണ്ണ് നിന്റേതാ, എൻ്റെ ചെവി നിന്റേതാ, എൻ്റെ അധരം നിന്റേതാ. വാ തുറന്ന് പറയാമോ? പരിശുദ്ധാത്മാവേ, ഈ ശരീരം നിന്റെ ഭവനമാ, എൻ്റെ ശരീരം നിന്റെ ഭവനമാ. അങ്ങയ്ക്കിഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട, അങ്ങ് വെറുക്കുന്നത് എനിക്ക് വേണ്ട. അപ്പാ, എന്നെ നിയന്ത്രിക്കണമേ. വാ തുറന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, യേശുവിനെ എൻ്റെ കർത്താവായി നീ മാറ്റിയതിനായി, നീ വെളിപ്പെടുത്തിയതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു.